രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. CNGക്ക് കിലോ 2 രൂപയാണ് കൂട്ടിയത്. ഈ ആഴ്ചയിൽ തന്നെ 2ാം തവണയാണ് CNG വില വർദ്ധിപ്പിക്കുന്നത്. റഷീദ് ബിൻ മുഹമ്മദ്. റഷീദ്, ആകെ ഇപ്പോൾ എത്ര രൂപയായിട്ടുണ്ട്? എങ്ങനെയാണ് ഇത് നിത്യജീവിതത്തെ ബാധിക്കുന്നത്? നിഷാദ്, നിലവിൽ മുംബൈ അടക്കമുള്ള മെട്രോ നഗരങ്ങളിലാണ് CNGക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് CNGക്ക് മാത്രമായി രാജ്യത്ത് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കിലോക്ക് 2 രൂപയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി മുംബൈ, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കിലോക്ക് 86-ന് മുകളിലേക്ക് വിലയെത്തിയിരിക്കുന്നു. ഗാസിയാബാദ്, ഫരീദാബാദ് അടക്കമുള്ള മേഖലകളിൽ 95-ലേക്ക് കൂടിയാണ് വിലയെത്തിയിരിക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാകും എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഓട്ടോ ടാക്സി, അതോടൊപ്പം ചെറുവാഹനങ്ങൾക്കൊക്കെ തന്നെയും സാധാരണയായി ഉപയോഗിക്കുന്നത് CNG വാഹനമാണ്. പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിലവർദ്ധനവിൽ നിന്നും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്നതും CNG വാഹനങ്ങളെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാവുകയാണ്. പ്രത്യേകിച്ചും ഈ ഓട്ടോ ടാക്സി ജീവനക്കാരെ ആയിരിക്കും ഇത് സാരമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. എന്തായാലും കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷമടക്കമുള്ള പാർട്ടികൾ ഇതിനോടകം ഈ വില വർദ്ധനവിനെ തുടർന്ന് കടന്നിരിക്കുന്നത്. അതോടൊപ്പം മുംബൈയിൽ മാത്രം പൈപ്പ് ലൈനിലൂടെ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്ന പാചകവാതകത്തിനും കൂടി വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യൂണിറ്റിന് 50 പൈസയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും 5 തവണയാണ് ഈ മാസം പെട്രോൾ, ഡീസൽ, CNG അടക്കമുള്ള ഇന്ധനങ്ങൾക്ക് രാജ്യത്ത് വില വർദ്ധിപ്പിച്ചത്. നിഷാദ്, ശരി.